നമസ്കാരം, സമകാലികത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ദളിതരും ആദിവാസികളുമായ ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കിടപ്പാടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ LDF സർക്കാർ കൊണ്ടുവന്നതായിരുന്നു EMS ഭവന നിർമ്മാണ പദ്ധതി. ഇതനുസരിച്ച് 10,000-കണക്കിന് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പലതും പൂർത്തിയായി. എന്നാൽ പിന്നീട് വന്ന UDF ഗവൺമെന്റ് ഈ പദ്ധതി നിർത്തലാക്കി. പകരം സാഫല്യം പദ്ധതി പ്രഖ്യാപിച്ചു. എന്നാൽ അത് വെറും പ്രഖ്യാപനത്തിലൊതുങ്ങി. അതോടുകൂടി നിർമ്മാണം പൂർത്തിയാകാതിരുന്ന ആളുകൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഉള്ള വീടുകൾ പൊളിച്ചു കളയുകയും ചെയ്തു. പുതിയത് ഒട്ടുണ്ടായതുമില്ല. ഈ തരത്തിൽ 10,000-കണക്കിന് കുടുംബങ്ങളാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കുകൾ വിരിച്ച കൂരകളിൽ കഴിഞ്ഞുകൂടുന്നത്. കൽപ്പറ്റ നഗരസഭയിലെ കോവക്കുനി ആദിവാസി കോളനിയിൽ 15 കുടുംബങ്ങളാണുള്ളത്. കോളനിയിലെ വെള്ളന്റെയും മകളുടെയും വീടാണിത്. ഷീറ്റ് വലിച്ചുകെട്ടിയ 2 കൂരകൾക്ക് നടുവിൽ കക്കൂസ് തകർന്നു കിടക്കുന്നു. EMS ഭവന പദ്ധതി പ്രകാരം 1 വർഷം മുമ്പ് പണിയാരംഭിച്ച വീട് ചുവരിന്റെ പാതി വഴിയിൽ പണി നിന്നു. പിന്നീട് പണം ലഭിച്ചില്ല. വീട് കാട് കയറി. വീടിനു മുമ്പിലെ ചോർന്നൊലിക്കുന്ന കൂരയിൽ ഇവർ ദുരിതം പേറി കഴിയുകയാണ്. മഴ പെയ്യുമ്പോഴത്തെ അവസ്ഥ വെള്ളന്റെ മകൾ പറയുന്നു. ചോറാക്കി വെച്ചിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് പിന്നെ മഴ പോകുമ്പോ പിന്നെ ചോർക്കുന്നു. വെള്ളല്ലേ ഇങ്ങനെ അകത്തിങ്ങനെ അടിച്ചു പെയ്യുമല്ലോ മഴ. അപ്പൊ തിന്നാൻ പറ്റൂല. ജനലും കട്ടിലയും വെച്ചതോടെ കിട്ടിയ 85,000 തീർന്നു. വീട് പണി പൂർത്തിയാക്കിയാലേ ബാക്കി പണം ലഭിക്കുകയുള്ളൂ. 85,000-ൽ 25,000 കരാറുകാരന്റെ വേഷത്തിലെത്തിയ ഒരാൾ വാങ്ങി സ്ഥലം വിട്ടതായി വെള്ളൻ പറഞ്ഞു. ആരെന്നോ എന്തെന്നോ അറിയില്ല. മണലു വാങ്ങാനെന്ന് പറഞ്ഞുപോയ കരാറുകാരനെ പിന്നെ കണ്ടില്ല. 1 വർഷം കഴിഞ്ഞു. തറന്റെ കല്ല് ഇറക്കുമ്പോ തറ മാത്രമേ കെട്ടുള്ളൂ. അതിന് പൈസ പുള്ളു തീർത്തും ഞാൻ കൊട്ടും. പിന്നെ ഈ ചുമല് കെട്ട പൈസ പിന്നെ എത്ര 50,000 ഒക്കെ കിട്ടി. ആ പിന്നെ പൈസയാണ് പിന്നെ പൈസ കൊണ്ടുപോയത്. വീട് നഷ്ടപ്പെട്ട് കൂരകളിൽ കഴിയുന്ന മിക്ക ആദിവാസികളുടെയും കഥ ദയനീയമാണ്. പുഴക്കരയിലെ കോവക്കുനി കോളനിയിൽ ഇതേ അവസ്ഥയിൽ വേറെയും കുടുംബങ്ങളുണ്ട്. ഞാണന്റെ വീടാണിത്. പണം തീർന്നു. കട്ടയും മണലും മാത്രം കുറച്ചു ബാക്കിയുണ്ട്. ഇനി ആരെങ്കിലും കനിഞ്ഞാൽ മാത്രം വീടുപണി നടക്കും. സ്വന്തം കൈക്കൊണ്ട് ഞങ്ങൾ പണി കൊടുത്ത കൂലി കൊടുത്തിട്ടുണ്ട്. പൈസ തീർന്നു. ഇനിയിപ്പ സാറുമാർ എന്തെങ്കിലും സഹായിച്ചാൽ മാത്രം ഇത് പൊക്കം കൂട്ടാൻ പോകും. കട്ട ബാലൻസ് ഉണ്ട്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. മഴ പെയ്യുമ്പോൾ കോളനിവാസികളെല്ലാം അടുത്തുള്ള സ്കൂളുകളിലും അംഗനവാടികളിലും അഭയം പ്രാപിക്കും. കോളനിയിലെ ചെമ്പന്റെ വീടും കാടുകയറി ഒരു സ്മാരകം പോലെയായിരിക്കുന്നു. വീടുപണി പൂർത്തിയാക്കിയാലേ ബാക്കി പണം നൽകൂ എന്ന രീതി കാരണം ഇത്തരം സ്മാരകങ്ങൾ കൊണ്ട് കോളനികളെ നിറയ്ക്കുന്നു. ഇപ്പൊ പൈസ പൂർണ്ണമായിട്ട് തീർന്നിരിക്കുക. പൂർണ്ണമായിട്ട് തീർന്നു. ഇനി കിട്ടാനില്ല. കിട്ടാനും കുറച്ചുകൂടി ഉണ്ട്. അത് പൂർത്തിയായ കിട്ടുമെന്നാണ് ഓര് പറഞ്ഞത്. എന്താ ചെയ്യാന്? ഇനിയിപ്പോ എന്ത് നമ്മള് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. EMS ഭവന പദ്ധതി നിർത്തലാക്കിയതോടെയാണ് ആദിവാസികൾ കൂടുതൽ ദുരിതത്തിലായത്. സുൽത്താൻ ബത്തേരി ടൌണിനടുത്ത മാനിക്കുനി കോളനിയിലെ 6 ആദിവാസി കുടുംബങ്ങൾ 1 വർഷത്തോളം കോളനിയിലെ കക്കൂസിനുള്ളിൽ കഴിയേണ്ടി വന്നത് കേരള സമൂഹത്തിന് തന്നെ അപമാനമായ വാർത്തയായിരുന്നു. കക്കൂസിൽ അന്തി ഇറങ്ങുന്ന സാഹചര്യമുണ്ടായിട്ട് പോലും കേരളത്തിലെ മന്ത്രി അടക്കമുള്ള ആളുകൾ വയനാടുകാരാണ്. ആദിവാസികളുടെ എല്ലാ ജീവിത നിലവാരവും അറിയാവുന്ന ആളുകളാണ് കേരളത്തിലെ പട്ടികവർഗ മന്ത്രി എന്ന് പറയുന്നത്. ഇത് കൈകാര്യം ചെയ്യുന്ന ആള്. പക്ഷെ ഇത് എല്ലാം അറിഞ്ഞിട്ട് പോലും ആദിവാസികൾ കക്കൂസിലടക്കെ കിടന്നുറങ്ങുന്നു എന്ന് പറയുന്ന സാഹചര്യമുണ്ടായിട്ടും ആ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. LDF സർക്കാരിന്റെ കാലത്താണ് EMS ഭവന പദ്ധതി എന്ന പേരിൽ സമ്പൂർണ്ണ ഭവന പദ്ധതിക്ക് രൂപം നൽകിയത്. നാളിതുവരെ കേരളത്തിലുണ്ടായിരുന്ന മറ്റെല്ലാ ഭവന പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി
വീടില്ലാത്ത ഏതൊരാൾക്കും ബന്ധപ്പെട്ട പഞ്ചായത്തിൽ വീട് നൽകാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. പഞ്ചായത്തുകൾക്ക് ബാങ്കിൽ നിന്ന് പണം വായ്പയെടുത്ത് നൽകാനുള്ള സൌകര്യം ഉണ്ടായിരുന്നു എന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. ഇതിന്റെ ഭാഗമായി 100 കണക്കിന് വീടുകൾ എല്ലാ പഞ്ചായത്തുകളിലും നൽകാൻ കഴിഞ്ഞു. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം നിർത്തലാക്കിയത് EMS ഭവന പദ്ധതിയാണ്. ഈ പദ്ധതി പൊളിക്കാൻ വേണ്ടി അന്നുവരെ ഭവന നിർമ്മാണത്തിന് സർക്കാർ അനുവദിച്ച സബ്സിഡി വർദ്ധിപ്പിക്കുകയാണ് UDF സർക്കാർ ചെയ്തത്. തുക വർദ്ധിപ്പിച്ച ഉത്തരവ് ഇറക്കിയിട്ട് 1 വർഷം കഴിഞ്ഞു. പണം നൽകുന്നത് സംബന്ധിച്ച ഒരു തീരുമാനവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ബാക്കി പൈസയെ സംബന്ധിച്ച് പ്രഖ്യാപനം കൂട്ടിയെന്നല്ലാതെ എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും പറയുന്നില്ല, മറുപടിയില്ല. എത്ര പഞ്ചായത്ത് അസോസിയേഷനൊക്കെ വളരെ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. ചോദിക്കുമ്പോൾ മന്ത്രി പറയും, എത്രയോ യോഗത്തിൽ മന്ത്രി വന്നിട്ടുണ്ട്, പഞ്ചായത്ത് അസോസിയേഷന്റെ യോഗത്തിൽ മന്ത്രി പറയും അതിന് പരിഹാരം ഉടൻ ഉണ്ടാവും. പക്ഷെ ഒരു പരിഹാരം ഉടനുമില്ല. ഭവന പദ്ധതി പ്രതീക്ഷിച്ച് നിലവിലുണ്ടായിരുന്ന വീട് പൊളിച്ചവരും വീട് പണി പാതിവഴിയിലായവരും സങ്കട കണ്ണീരിലായിരിക്കുകയാണ്. കഴിഞ്ഞ ബജറ്റിൽ EMS ഭവന പദ്ധതി നിർത്തലാക്കിയതായി ധനകാര്യമന്ത്രി KM മാണി പ്രഖ്യാപിക്കുകയും പകരം സാഫല്യം എന്ന ഭവന പദ്ധതിക്ക് രൂപം നൽകിയതായി മന്ത്രി അറിയിക്കുകയും ചെയ്തു. പുതിയ സാമ്പത്തിക വർഷം 7 മാസം പിന്നിട്ടിട്ടും പദ്ധതി സംബന്ധിച്ച ഒരു ധാരണയും ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തുകൾക്ക് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയ രേഖകൾ സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. നിലവിലെ ലിസ്റ്റിലുള്ളവർക്ക് പോലും വീട് വെക്കാൻ കഴിയില്ല. പാതിവഴിയിൽ പണി നിർത്തിയവർക്കും വീടുപണി പൂർത്തിയാക്കാനാകില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരും മറുപടി പറയാനില്ലാതെ വല്ലാത്ത ഗതികേടിലായിരിക്കുന്നു ഭവന പദ്ധതി. ആദിവാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഞങ്ങളെ വീടിന് കഴിഞ്ഞ വർഷം വെച്ച അഗ്രിമെന്റാ. അപ്പൊ ഞങ്ങൾക്ക് ഈ 2 ലക്ഷം ഉറുപ്പ്യ തരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അത് തരുന്നുമില്ല. ഇത് വീട് എവിടെ എത്താനും കഴിയുന്നില്ല. കാരണം ഇതിപ്പോ കിട്ടുന്നില്ല പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. 1 വർഷമായി പ്രതീക്ഷിക്കുന്നത് കിട്ടും. ചോദിച്ച ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരിയാവുന്നതാണ്. ശരിയാവെന്ന് പറയല്ലാതെ പൈസ തരൂല. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളുടെ പ്രശ്നം, 100 കണക്കിന് ആളുകളുടെ പ്രശ്നം ഓരോ പഞ്ചായത്തിലും ഉണ്ട്. അപ്പൊ EMS ഭവന പദ്ധതി നിർത്തിയോടുകൂടി ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ശരിക്കും ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇതുപോലെ EMS എന്ന പേരാണ് അവർക്ക് അലർജിയെങ്കിൽ അവർ പേര് മാറ്റിക്കോട്ടെ. കാരണം ജനങ്ങൾക്ക് വീട് കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ താല്പര്യം. അപ്പൊ അതിന് സാഫല്യമാണെങ്കിൽ സാഫല്യം, ആ EMS പദ്ധതി പോലെ അതേ രീതിയിലുള്ള ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയാൽ മതി. ഭൂമിക്കും വീടിനും വേണ്ടിയുള്ള ആദിവാസികളുടെ സമരം വയനാട്ടിൽ തുടരുകയാണ്. ഭൂരഹിതരായ 25,000-ഓളം കുടുംബങ്ങളാണ് വയനാട്ടിലുള്ളത്. ഭൂമി അല്ലെങ്കിൽ ജയിൽ എന്നതാണ് ഇവരുടെ മുദ്രാവാക്യം. ഭൂമി നൽകാതെ UDF സർക്കാർ സമരം ചെയ്ത ആദിവാസികളെ ജയിലിലടക്കുകയാണുണ്ടായത്. വയനാട്ടിലെ മണ്ണിന്റെ യഥാർത്ഥ അവകാശികളായവരുടെ ദയനീയ അവസ്ഥയാണിത്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ചെറുകിട ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്യാനൊരുങ്ങുന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ മീൻവല്ലം പദ്ധതിയാണ് അടുത്ത മാർച്ചിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. 15 ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് വന്നിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴിയായ തുപ്പനാട് പുഴയിലെ മീൻവല്ലം വെള്ളച്ചാട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പ പഞ്ചായത്തിലാണ് മീൻവല്ലം. 70 മീറ്റർ നീളവും 6.5 മീറ്റർ ഉയരവുമുള്ള തടയണ കെട്ടി വെള്ളം 500 മീറ്റർ താഴേക്ക് പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. പ്രതിവർഷം 85-90 ലക്ഷം യൂണിറ്റ് വൈദ്യുതി വരെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാനാവും. വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കാതെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മീൻവല്ലം ചെറുകിട ജലവൈദ്യുത പദ്ധതി 2013 മാർച്ചിൽ കമ്മീഷൻ ചെയ്യും. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം 70% പൂർത്തിയായി. പെൻസ്റ്റോക്ക് പൈപ്പുകൾ സ്ഥാപിക്കുന്നത് 3 മാസത്തിനകവും ഡാമിലെ ജോലി 2 മാസത്തിനകവും പൂർത്തിയാകും. ഫെബ്രുവരിയോടെ ട്രയൽ റൺ നടത്താനാവുമെന്നാണ് പ്രതീക്ഷ. ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് 3 മെഗാവാട്ട് ശേഷിയുള്ള മീൻവല്ലം പദ്ധതി. 10 കോടി രൂപ വിഭാവനം ചെയ്ത് തുടങ്ങിയ പദ്ധതിക്ക്
നിലവിൽ 15 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. BRGF ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 2 കോടി രൂപ ജില്ലാ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വകയായി ഷെയർ പിരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ പദ്ധതി 10 കോടി രൂപയാണ് ഞങ്ങൾ ചെലവ് പ്രതീക്ഷിച്ചതെങ്കിലും ഇപ്പോഴത്തെ സാധന സാമഗ്രികളുടെയും കൂലി ചെലവും അനുസരിച്ച് ഒരു 14 കോടി രൂപയായി വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതിനനുസരിച്ച് ഇപ്പോൾ 12 കോടി രൂപ ഞങ്ങൾ സ്വരൂപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ൽ അംഗീകാരം ലഭിച്ച പദ്ധതി ജില്ലാ പഞ്ചായത്ത് നേതൃത്വം നൽകുന്ന പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനിയാണ് നിർമ്മിക്കുന്നത്. നബാർഡിൽ നിന്ന് 7.79 കോടി രൂപ വായ്പയും ലഭ്യമാക്കിയിരുന്നു. ആദ്യ 5 വർഷത്തേക്ക് യൂണിറ്റിന് 2 രൂപ 50 പൈസ നിരക്കിലും തുടർന്നുള്ള 20 വർഷത്തേക്ക് 2 രൂപ 12 പൈസ നിരക്കിലും വൈദ്യുതി സർക്കാരിന് നൽകും. പദ്ധതി ചുമതലക്കാരായ ജില്ലാ പഞ്ചായത്ത് 4 കോടിയോളം രൂപ ഇതിനകം ചെലവഴിച്ചു. ജില്ലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 40 ലക്ഷത്തോളം ഓഹരിയും സ്വീകരിച്ചു. പദ്ധതിക്ക് 1.15 ഹെക്ടർ വനഭൂമിയാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നെങ്കിലും സാമഗ്രികൾ എത്തിക്കുന്നതിന് വഴിപ്രശ്നം തടസ്സമായി. ഇത് പരിഹരിച്ചാണ് കമ്മീഷൻ ചെയ്യുന്നതിനുള്ള തീവ്ര ശ്രമം നടക്കുന്നത്. ഒരു വർഷം 87.4 ലക്ഷം യൂണിറ്റാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കേരള ഗവൺമെന്റുമായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. എഗ്രിമെന്റ് പ്രകാരം വൈദ്യുതി നൽകാനാണ് തീരുമാനം. അത് കഴിഞ്ഞാൽ വൈദ്യുതിക്ക് കൂടുതൽ വില നൽകി വിൽക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തോടുകൂടി സ്വീകരിക്കും. ഈ പദ്ധതി നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്തിലും ഇന്ത്യയിലെ ഒരു തദ്ദേശ ഭരണ സ്ഥാപനവും ഏറ്റെടുത്ത് നടപ്പാക്കാത്ത പദ്ധതിയാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്നത് എന്ന അഭിമാനവും ഞങ്ങൾക്കുണ്ട്. IRTCയെ പദ്ധതിയുടെ സാങ്കേതിക ഉപദേഷ്ടാക്കളാക്കി. സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിനെ പദ്ധതിയുടെ കരാറും ഏൽപ്പിച്ചു. ഇപ്പോൾ പ്രോജക്റ്റ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പവർ ഹൗസിന്റെ പണി, ബിൽഡിംഗ് പണി പൂർത്തിയായി. അതിലാവശ്യമായുള്ള 99% എക്യുപ്മെന്റ്സിലെത്തി. ജനറേറ്റർ, ടർബൈൻ, സ്പെറിക്കൽ വാൾവിന്റെ കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ഫോമറിന്റെ കറക്ഷനെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. കേബിള് ആവശ്യമായുള്ള കേബിളിന്റെ ഇതിന്റെ ട്രാൻസ്മിഷൻ ആവശ്യമായിട്ടുള്ള കേബിൾ ഇട്ടിട്ടുണ്ട്. പുറമെ 11 kV ലൈൻ, 11 kV ലൈനിലൂടെയാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ഉള്ളത്. അതിനാവശ്യമായ ട്രാൻസ്മിഷനുമായി 11 kV ലൈൻ ഒരു 14 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അടച്ച് ഡെപ്പോസിറ്റ് വർക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് അതിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് ആവശ്യമായ ജനറേറ്ററുകൾ നിർമ്മിച്ചത് ഗുജറാത്തിലുള്ള വഡോദരയിലെ ജ്യോതി ലിമിറ്റഡ് കമ്പനിയാണ്. ടർബൈനുകൾ നിർമ്മിച്ചത് ഛത്തീസ്ഗഡിലെ റായ്പൂരിലുള്ള സിംപ്ലക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് ഫൗറി കമ്പനി. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മിച്ച പെൻസ്റ്റോക്ക് പൈപ്പാണ് പദ്ധതിക്ക് ഉപയോഗിക്കുന്നത്. മീൻവല്ലം പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഒരു ജില്ലാ പഞ്ചായത്ത് ദേശീയ ശ്രദ്ധയിലേക്ക് വരും എന്ന പ്രതീക്ഷയിലാണ് പദ്ധതി നടത്തിപ്പുകാർ. സംസ്ഥാനത്ത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള പദ്ധതി നിർവഹണം വലിയ വിവാദങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും എത്തുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതികൾക്ക് അംഗീകാരം നൽകാതെയാണ് പദ്ധതി നിർവഹണ പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ നിർവഹിച്ചതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ 35,000-ഓളം പദ്ധതികൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞതായി ഭരണപക്ഷം പറയുന്നു. തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നീളുക തന്നെയാണ്. ഭരണയന്ത്രങ്ങളെ ചലിപ്പിക്കുന്നതാരായാലും ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ സർവോന്മുഖമായ വികസനവുമായിരിക്കണം പരമപ്രധാനം. കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭിന്നതകൾക്കപ്പുറം നാട് ഭരിക്കുന്നവരിൽ നിന്ന് ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴാണ്, വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴാണ് പ്രക്ഷോഭങ്ങളും പ്രതിഷേധവും ഉടലെടുക്കുന്നത്. നാടാകെ ചർച്ച ചെയ്യപ്പെട്ട
ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായിരുന്ന ജനകീയാസൂത്രണം എന്ന വികസന പദ്ധതി ഉണ്ടായിരുന്നു ഇവിടെ. വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ മഹത്തായ ഈ മാതൃക കക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങളുടെ മാത്രം ചിന്താഗതിയിൽ അട്ടിമറിക്കപ്പെടുകയാണ് കേരളത്തിൽ. പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ. ഇതിൽ അതാത് വാർഷിക പദ്ധതികൾ തയ്യാറാക്കാൻ, സമർപ്പിക്കാൻ കൃത്യമായ കാലയളവുണ്ടായിരുന്നു. പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനാവുമെങ്കിലും വികസന പദ്ധതികൾ നിശ്ചിത കാലയളവിൽ നടപ്പാക്കപ്പെട്ടു. എന്നാൽ ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പ്രാവർത്തികമാകേണ്ട ഭൂരിഭാഗം പദ്ധതികൾക്കും അംഗീകാരമായിട്ടില്ല. നടപ്പ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 3.5 മാസങ്ങൾ മാത്രം. പദ്ധതികൾക്ക് അംഗീകാരം നൽകാതെ പദ്ധതി നിർവഹണത്തിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം നവംബർ 10 കോഴിക്കോട് വെച്ച് നടന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി LDF രംഗത്ത് വന്നു. ത്രിതല പഞ്ചായത്തുകൾ വഴി നടപ്പാക്കേണ്ട ഏതൊക്കെ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയെന്ന്, അതിന്റെ എണ്ണം എത്രയെന്ന് സർക്കാരിന് കൃത്യമായി ബോധ്യപ്പെടുത്താനായില്ല. നാടും ജനങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഏതൊക്കെ പദ്ധതികൾ നടപ്പാക്കപ്പെടുമെന്ന ആശങ്ക മാത്രം ബാക്കിയാവുകയാണ്. ഏതൊക്കെ പദ്ധതികൾക്ക് എത്ര പണം നീക്കിവെക്കണം എന്നൊന്നും ആർക്കും നിശ്ചയമില്ല. സർക്കാരിന്റെ അനാസ്ഥയിൽ ഗതികേടിലാവുന്നത് ത്രിതല പഞ്ചായത്തുകളാണ്. പഞ്ചായത്തുകൾക്ക് ഇഷ്ടമുള്ള പദ്ധതികൾ അവർക്ക് നേരിട്ട് ചെയ്യാം. ഉദ്യോഗസ്ഥ തലത്തിലേക്കാണ് വരുന്നത്. അതായത് പരിശോധന പൂർണ്ണമായും ഉദ്യോഗസ്ഥ തലത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ DPC എന്ന് പറയുന്ന ഭരണഘടനാ ബോഡി എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ കളക്ടർ, അതിന്റെ സെക്രട്ടറി, മെമ്പർ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള ഒരു ബോഡിയാണ് DPC എന്ന് പറയുന്നത്.